CBSE അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ ക്ലാസ് 11th കെമിസ്ട്രി പാർട്ട് 2ൻ്റെ ചാപ്റ്ററാണ് റിഡോക്സ് റിയാക്ഷൻ. അതിനകത്ത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ ബാലൻസിങ് ദ റിഡോക്സ് റിയാക്ഷൻ ഉറപ്പായിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് ഒന്നല്ലെങ്കിൽ അവർ മെത്തേഡ് പറയും, ഓക്സിഡേഷൻ നമ്പർ മെത്തേഡെന്നോ അല്ലെങ്കിൽ ഹാഫ് റിയാക്ഷൻ മെത്തേഡെന്നോ പറയും. ഒന്നും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ നിങ്ങൾക്കത് ബാലൻസ് ചെയ്യാം. രണ്ടാമത്തത് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഡയറക്റ്റായിട്ട് ചോദിക്കാം. വാട്ട് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഇസ് ദിസ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഒരു ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ തന്നിട്ട് ഐഡൻറ്റിഫൈ ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ എലമെൻറ്റ് ഇൻ റിയാക്റ്റൻ്റ് ആൻഡ് പ്രൊഡക്റ്റ്, അങ്ങനെയും ചോദിക്കാം. ഇനി അടുത്ത ചാപ്റ്റർ ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് ആണ്. അതിനകത്ത് IUPAC നെയിമിംഗ് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. 2 ഫങ്ഷണൽ ഗ്രൂപ്പൊക്കെയുള്ള ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ നെയിമിംഗ് ചോദിക്കും. ചിലപ്പം ബോണ്ട് ലൈൻ ഫോമുല എഴുതാൻ പറയും, ചിലപ്പോൾ കണ്ടൻസ്ഡ് ഫോമുല എഴുതാനും പറയും. ഇനി അടുത്തത് ഐസോമറിസമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൊസിഷൻ ഐസോമറിസം, ചേഞ്ച് ഐസോമറിസം ഒക്കെ ഡയറക്റ്റായിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ഒരു ഹെപ്റ്റനോൾ പോലെ ഒരു കോമ്പൗണ്ട് തന്നിട്ട് ഐഡൻറ്റിഫൈ ദ ചെയിൻ ഐസോമർ ആൻഡ് പൊസിഷൻ ഐസോമർ ഇൻ ദ ഫോളോയിങ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞ് ചോദിക്കാം. ഇനി അടുത്തത് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെസൊണൻസ് ഇഫക്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറക്റ്റായിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ഒരു ടെർഷറി ആയിട്ടുള്ള ഒരു കാർബോകാറ്റയോൺ തന്നിട്ട് വൈ ഇറ്റ് ഈസ് മോർ സ്റ്റേബിൾ, അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ഇപ്പം റെസൊണൻസിൻ്റെ ആണെങ്കിൽ ഇപ്പോൾ ഒരു ഫിനോൾ തന്നിട്ട് വൈ ദേ ആർ അണ്ടർഗോയിങ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ ദ ഓർത്തോപാര ഡയറക്ഷൻ എന്ന് ചോദിക്കാം. ഇത് ഇൻഡയറക്റ്റായിട്ട് ചോദിക്കുന്നതാണ്. പിന്നെ അതിനകത്ത് സെപ്പറേഷൻ ഉണ്ട്. ക്രൊമാറ്റോഗ്രഫി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിൽ ഒരു പ്രോബ്ലം പ്രതീക്ഷിക്കാം. താങ്ക് യു.